നേരമൊന്നും വെളുത്തില്ലേ മോളെ. ഇവിടെ പെണ്ണുങ്ങളെല്ലാം കോഴി ഉന്നതിന് മുന്നേ എഴുന്നേറ്റ് അടുക്കളയിൽ കയറും. മോക്കതൊന്നും ശീലം ഉണ്ടാവില്ലല്ലേ. സാരമില്ല, അമ്മ എല്ലാം പഠിപ്പിച്ചു തരാം. ഇപ്പൊ മോൾ ആദ്യം പോയി കുളിച്ചിട്ട് വാ, എന്നിട്ട് അടുക്കളയിൽ കയറിയാൽ മതി. ശരി അമ്മ. കല്യാണ പാർട്ടിയൊക്കെ കഴിഞ്ഞ് അവർക്ക് ഇന്നലെ രാത്രി തന്നെ പോയി. ഉദ്യോഗമൊക്കെ ഉള്ളവരല്ലേ. ഓ വേണ്ട സുമേ, നീ വരണ്ട. ഇവിടെ ഇപ്പം എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ മരുമോള് വന്നല്ലോ, അവള് ചെയ്തോളും. അവൾക്ക് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ. എങ്കിൽ ശരി സുമേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ഓക്കെ. സുമയായിരുന്നു ഫോണിൽ. മോക്കറിയില്ലേ ഇവിടുത്തെ ജോലിക്കാരി സുമ? വിഷ്ണു പറഞ്ഞിട്ടില്ലേ? അവളായിരുന്നു ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അവൾ ഉണ്ടാക്കുന്ന ഒന്നും വായിൽ വെച്ച് രുചിക്കാൻ പോലും കൊള്ളത്തില്ല. ഇനി മോള് വേണം അമ്മയ്ക്ക് രുചിയുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിത്തരാൻ. എന്തായാലും മോള് വന്നതോടെ അവളുടെ ജോലി പോയെന്ന് അവള് പറയുന്നത്. പാവം. ഇതെന്താ ചായ അതോ കഷായോ? അതമ്മ, എനിക്കിതൊന്നും അങ്ങനെ ഉണ്ടാക്കാൻ അറിയില്ല. ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ അത് പറയണമായിരുന്നു. എൻ്റെ ഒരു ദിവസം പോയി. ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് ഞാനങ്ങ് ക്ഷമിച്ചു. എൻ്റെ കൂടെ അടുക്കളയിൽ വാ, ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. നീ അവൻ്റെ ഡ്രസ്സൊക്കെ വാഷിംഗ് മെഷീനിലാണോ കഴുകുന്നത്? അതെ അമ്മ. എന്താ? ഈ വാഷിംഗ് മെഷീനൊന്നും കഴിയാൻ ശരിയാവത്തില്ലെന്ന്, വൃത്തിയാവത്തില്ല. പിന്നെ കറണ്ട് ബില്ലിന്റെ കാര്യം പറയണോ? അവൻ വേണ്ടേ അതൊക്കെ അടയ്ക്കാൻ. നീ ഒരു കാര്യം ചെയ്യ്, ആ കല്ലി കൊണ്ടുപോയിട്ടാൽ ദേ ഇതും കൂടെ ഒന്ന് അലക്കിക്കും. എനിക്ക് വല്ലാത്ത നടുവേദന. എക്തമയ്ക്കൊന്നും ഇരിക്കാനുള്ള സമയം പോലും എൻ്റെ അമ്മ തരുന്നില്ലല്ലേ? അങ്ങനെയൊന്നുമില്ല മോളെ. എനിക്കറിയാത്തതൊന്നും അല്ലല്ലോ. ഏട്ടത്തി എന്തിനാ എന്നോട് കള്ളം പറയുന്നേ? ഏട്ടത്തിന് പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? ഈ അടുക്കളയിൽ നിന്നൊരു ലീവ് കിട്ടാത്തോണ്ട് തൽക്കാലം ഞാൻ എൻ്റെ പുസ്തകങ്ങൾക്ക് ഒരു ലീവ് എടുത്തു. ഏട്ടത്തി തന്നെ ആയോണ്ടാ, അല്ലെങ്കിൽ ഈ അമ്മയുടെ സ്വഭാവത്തിന് ആരെങ്കിലും ഇവിടെ നിൽക്കും. ഗായത്രി, നീ അവിടെ എന്തെടുക്കുവാ? ഈ മഴ വരുന്ന കാണുന്നില്ലേ? ആ തുണിയൊക്കെ ഒന്ന് എടുക്കടി. വിഷ്ണുട്ട ഓഫീസിൽ പോകാൻ റെഡിയായോ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അല്ല, വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അനിയത്തി അന്ന് പെണ്ണാണാൻ വന്നില്ലേ, അവർക്ക് അനിയത്തി ഇഷ്ടമായി. അപ്പം സ്ത്രീധനമായിട്ട് അവർ ചോദിച്ചില്ലെങ്കിലും നമ്മളായിട്ട് എന്തെങ്കിലും കൊടുക്കുന്നല്ലേ മാന്യത എന്ന് അമ്മ പറയുന്നത്. നമ്മളെയും കൂടെ അനിയത്തിയല്ലേ അവള്. ചേട്ടാ, നമ്മളെ വിശ്വസിച്ച അമ്മ അവർക്ക് വാക്ക് കൊടുത്തത്. ഞാൻ പറഞ്ഞ വാക്ക് കൊടുക്കാൻ എന്നെ കണ്ടിട്ടാണോ നിന്റെ പെങ്ങളെ കെട്ടിക്കേണ്ടത്? നിന്റെ പെങ്ങളെ കെട്ടിക്കണമെങ്കിൽ അവളുടെ തന്തയും തള്ള ഉണ്ടാക്കിയ പൈസ കൊണ്ട് കെട്ടിക്കണം, അല്ലാതെ മരുമോന്റെ കേസൊക്കെ ഇടാൻ വരണ്ട. ഇപ്പൊ ഞാൻ അമ്മയോട് എന്താ പറയാ? നീ എന്തേലും പറ. നിന്റെ പെങ്ങളെ കെട്ടാച്ചരക്കായി വീട്ടിയിരിക്കുന്നതിന് എനിക്കെന്താ കുഴപ്പം? അവരിൽ പൈസ ഇല്ലാത്തോണ്ടല്ലേ നമ്മളോട് ചോദിക്കുന്നേ. അത് ഇങ്ങനെയൊക്കെ പറയുന്നതിനാ? കാശില്ലെങ്കിലേ അതുണ്ടാക്കാൻ പല മാർഗങ്ങളുണ്ട്. നീ പോയി നിന്റെ അമ്മയ്ക്കും പെങ്ങൾക്കും പറഞ്ഞു കൊടുക്ക. അങ്ങനെയാണോ നിങ്ങൾ അമ്മ കാശുണ്ടാക്കിയത്? ഇടി ഹലോ മോളെ ഗായത്രി. ഹലോ, പറയാമേ. പൈസയുടെ കാര്യം എന്തെങ്കിലും നീ അവനോട് സംസാരിച്ചോ? സംസാരിച്ചമ്മേ, വിഷ്ണുട്ട പൈസ തരില്ലെന്നാ പറയുന്നത്. ആ പൈസ ചോദിച്ചാൽ അങ്ങനെ തല്ലി.
നീ അവനോട് ചൊറിഞ്ഞ വല്ല വർത്താനം പറഞ്ഞു കാണും, അതായിരിക്കും അവൻ നിന്നെ തല്ലിയത്. അമ്മ അനിയത്തിയും പറഞ്ഞ പിന്നെ ചുമ്മാ ഇരിക്കണോ? എടി മോളെ, നീ ഒന്ന് ക്ഷമിക്ക്. ഭർത്താക്കന്മാരായിരിക്കുമ്പോൾ ഒന്ന് തല്ലിയെന്ന് തൊഴിച്ചെന്നും ഇരിക്കും. ഇതൊക്കെ നീ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കണം, എങ്കിലേ ഒരു കുടുംബ ജീവിതം മുന്നോട്ട് പോകും. നിന്റെ അച്ഛന്റെ സ്വഭാവം നിനക്കറിയില്ലേ? അങ്ങനെ അടിയും തൊഴിയും കൊണ്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട് 22 വർഷമായി. ഞാൻ ജീവിക്കുന്നില്ലേ? നിനക്കും പറ്റും. അതൊക്കെ പോട്ട്, അവൻ പൈസ തരില്ലേ? ഇല്ലമ്മ, നിങ്ങൾ എന്നെ കെട്ടിച്ചിവിടാൻ ചെലവാക്കിയ പൈസ വെച്ച് എന്നെ പഠിപ്പിച്ചിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഒരു ജോലി ആയേനെ. ഇങ്ങനെ ആരെയും മുമ്പിൽ ഇരക്കേണ്ടി വരില്ലായിരുന്നു. ഞാൻ തന്നെ പൈസ തന്നേനെ. ഹലോ മോളെ, അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഈ കല്യാണം നടക്കില്ല നടക്കില്ല നടക്കില്ല. പിന്നെ എന്താ നിന്റെ ഉദ്ദേശം? വയസ്സ് 19ആയി. ഇവിടെ നാട്ടുകാർ 18 കഴിഞ്ഞപ്പോഴേ ചോദിക്കുന്നു മോളെ കെട്ടിക്കുന്നില്ലേ കെട്ടിക്കുന്നില്ലേ എന്ന്. ഞാൻ അവരോടൊക്കെ മറുപടി പറഞ്ഞ് മടുത്തു. നിനക്കതിന്റെ വരെ ബോധമുണ്ടോ? അമ്മ ഈ 19 വയസ്സിലെ കല്യാണം അല്ല വേണ്ടത്. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഈ കല്യാണം നടക്കില്ല. എനിക്ക് പഠിക്കണം, ജോലി വേണം. നിനക്ക് പഠിക്കാമല്ലോ. അവർ നല്ല കൂട്ടരാ, നല്ല കാശുള്ളവരാ. മഹാലക്ഷ്മി വന്ന് വാതിൽ തട്ടുമ്പോൾ നീ കാല് മടക്കി ചവിട്ടരുത്. നീ മാത്രമല്ല ഇവിടെ പെണ്ണായിട്ടുള്ളത്, വേറെ ഒരുത്തി കൂടി ഇവിടെ ഉണ്ട്. അവളുടെ കാര്യം എനിക്ക് നോക്കണം. അവളെ ആരുടെയെങ്കിലും കയ്യിൽ പിടിച്ചേൽപ്പിച്ചാല് എന്റെ ബാധ്യത തീരൂ. അമ്മ ഈ 17 തികയും മുമ്പ് കെട്ടിയിട്ടേ എന്ത് നേടി? ഈ വീട്ടിലെ 4 ചുമരിലല്ലാതെ അമ്മയ്ക്ക് ജീവിതം എന്താണെന്നറിയോ? അമ്മ ഒരു പെണ്ണിന് വരുമാനം ഉണ്ടെങ്കിലേ ഭർത്താക്കന്മാരെ വീട്ടിലൊരു വില കിട്ടത്തുള്ളൂ. ഞാൻ പഠിത്തം കഴിഞ്ഞിട്ട് അമ്മ പറയുന്ന ഏവനെ വേണം കെട്ടിക്കോളാം. നിന്റെ തോന്നിയ ദിവസം എന്റെ ഈ വീട്ടിൽ നടക്കില്ല. നിന്റെ ഭർത്താവിന്റെ വീട്ടിൽ ചെന്ന് നീ പഠിക്കും. ഈ കല്യാണം എങ്ങനെ നടത്തണമെന്ന് എനിക്കറിയാം. ഞാൻ പറയുന്നത് കേട്ട് അങ്ങ് അനുസരിച്ചാൽ മതി. കേട്ടോടി? ഒരു 50 രൂപ പോലും തികച്ചില്ലല്ലോ. പാഡ് ഞാൻ എങ്ങനെ മേടിക്കും? വിഷ്ണുവിനെ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ, വിഷ്ണു ഏട്ടാ. എന്തിനാ ഇങ്ങനെ എപ്പോഴും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ഓഫീസിൽ വരുമ്പോൾ എന്നെ വിളിക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ? അല്ലേട്ടാ, എനിക്ക് പീരീഡ്സ് ആയി. അതിനിപ്പോ ഞാൻ എന്ത് വേണം? എൻ്റെ ഇവിടെ പാഡ് ഇല്ല. പാഡ് മേടിക്കാനായിരുന്നു. കുറച്ച് പൈസ ഒന്ന് അയച്ചു തരൂ. ഇത്രയും ചെറിയ കാര്യത്തിനാണോ എന്നെ ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തുന്നത്? നീ പോയി അമ്മയോട് ചോദിക്കേ. ഹലോ വിഷ്ണു ഏട്ടാ. ഹലോ. ഹലോ എടി, ഇതിൽ 100 രൂപ എടുക്കാനുണ്ടോ? അത് ഞാൻ ഒരാഴ്ചയ്ക്കകം തരാം. ഇത് തന്നെ എൻ്റെ GP നമ്പർ. ഓക്കെ ഡി. ഏതാനാടി വന്നിട്ട് പോയത്?
ഇതായിരുന്നോ? അവളില്ലേ ഇവിടെ? അവളവിടെ? അവളുണ്ട്. ആ പിന്നെ അവക്കിന്ന് ഒരുത്തൻ പാഡ് വാങ്ങി കൊണ്ടു കൊടുത്തു. എന്നിട്ട് രണ്ടും കൂടെ വീട്ടിന്റെ മുറ്റത്ത് നിന്ന് ഭയങ്കര കൊഞ്ചിക്കൊഴയിലായിരുന്നു. ഈ അയൽപക്കത്തുള്ളവർ കാണുമെന്ന് നോക്കും ഒരു ബോധവും ഇല്ല. ഗായത്രി, ഗായത്രി, എന്താ ഏട്ടാ? ഏതാണ് നിന്നെ കാണാൻ ഇവിടെ വന്നത്? പിന്നെ അമ്മ കള്ളം പറയുന്നതാ? ഡേ, നിനക്കിന്ന് ഒരുത്തൻ പാഡ് വാങ്ങിക്കൊണ്ട് തന്നില്ലേ? അവന്റെ കാര്യം അവൻ ചോദിക്കുന്നത്. അതായിരുന്നോ? ഏട്ടാ ഡെലിവറി ബോയ് ആയിരുന്നു. ചേട്ടനെ വിളിച്ചാൽ ബിസി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തതാ. ഓ, ഡെലിവറി പോയായിരുന്നു. ഡാ, നീ ഇത്രക്ക് കിഴങ്ങനായി പോയല്ലാടാ. എടാ, ഇതൊക്കെ എല്ലാ പെണ്ണുങ്ങൾക്കും എല്ലാ മാസവും ഉണ്ടാകുന്നതാ. നേരത്തെ കാലത്ത് ഇതൊക്കെ മേടിച്ചു വെക്കണം. നിനക്കിതൊക്കെ മേടിച്ചു വെക്കാനുള്ള കഴിവില്ലെന്ന് കാണിക്കാൻ വേണ്ടി അവള് കണ്ടവന്മാരെയൊക്കെ വീട്ടിൽ വിളിച്ച് കയറ്റുന്നത്. കണ്ണി കണ്ട ആണുങ്ങളെ ഒന്നും ഇതിനകത്ത് വിളിച്ച് കയറ്റാൻ പറ്റത്തില്ല. ഗായത്രി, ഗായത്രി, എന്താ ഏട്ടാ കാര്യം? അവളവിടെ എന്റെ പുന്നാര പെങ്ങള്, വിളിക്കാവളെ. അവൾ ഇവിടെ ഉണ്ടല്ലോ. എന്താ ഏട്ടാ? നീ ആരുടെ ഇവിടെ ജംഗ്ഷനിൽ ബൈക്കിൽ വന്ന് ഇറങ്ങിയത്? അതെന്റെ ഒരു ഫ്രണ്ടാ. ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ലേറ്റായി, ബസ്സും മിസ്സായി, പിന്നെ അവനാ കൊണ്ടുവിട്ടെ. ലേറ്റ് ആണെന്ന് പറഞ്ഞ് വല്ലവന്റെ വണ്ടി കയറാണോ വരേണ്ടത്? എന്നെ വിളിക്കാതെ എന്തായിരുന്നു? ഇതിപ്പം നാട്ടുകാർക്ക് ഓരോ നിറ്റ് കൊടുത്തിട്ടല്ലേ അവന്മാർ എന്നെ നോക്കിച്ചിരിക്കുന്നത്. ഇനി നീ പഠിക്കാനെന്ന് പറഞ്ഞ് ഈ വീടിന് പുറത്തിറങ്ങി പോരുന്നു. നാളെ നിന്നെ കാണാൻ ഒരു കൂട്ടർ വരും. മര്യാദയ്ക്ക് അതങ്ങ് സമ്മതിച്ചോ, അല്ലെങ്കിൽ എന്റെ തനി സ്വഭാവം നീ കാണും. മാറങ്ങോട്ട്. ഏട്ടത്തി, എനിക്ക് പഠിക്കണം ഏട്ടത്തി. എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട ഏട്ടത്തി. ഒന്ന് ഏട്ടനോട് പറയണം പ്ലീസ്. ഗൂഗിള് അമ്മയും അമ്മാവന്മാരുമായിട്ടൊക്കെ വരുമെന്നാണ് കരുതിയത്. എനിക്കിഷ്ടപ്പെട്ട പെണ്ണിനെ കണ്ടില്ലെങ്കിലും അമ്മയ്ക്ക് ഓക്കെയാണ്. പിന്നെ അമ്മമാരെ കൊണ്ടുവന്ന കല്യാണം നടക്കും. അവർ വന്നു കഴിഞ്ഞാൽ ജാതി നോക്കലായി, ഭൂമിയുടെ അളവെടുക്കലായി, സ്വർണത്തിന്റെ തൂക്കം നോക്കലായി, പിന്നെ കാണാൻ വരുന്ന പെണ്ണിന്റെ ജാതകം വരെ കീറി മുറിച്ച് വെറുതെ എന്തിനാണ്? എനിക്കിഷ്ടപ്പെട്ടു. എനിക്കിഷ്ടപ്പെട്ടില്ല. നിന്നോട് ആരുടെ അഭിപ്രായം ചോദിച്ചത്? ഇവിടെ തീരുമാനം എടുക്കുന്നത് ഞാനാണ്. അവർക്ക് പറയാനുള്ള പറയട്ടെ വിഷ്ണുവേട്ടാ. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. നിങ്ങളെ വിളിച്ചു വരുത്തി നാണം കെടുത്തണമെന്നൊന്നും വിചാരിച്ചിട്ടല്ല. എനിക്ക് ആദ്യമേ വിവാഹത്തിന് താല്പര്യമില്ലായിരുന്നു. ഞാൻ ഇപ്പോൾ വിവാഹത്തിന് സമ്മതിച്ചാൽ അത് ഞാൻ സ്വപ്നങ്ങളെ നശിപ്പിക്കുന്നതിന് തുല്യ. പഠിക്കണമെന്നുള്ള ചിന്ത മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ. നിന്നെ എങ്ങനെ അഴിച്ചുവിടാൻ പറ്റില്ല. എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. ഞാൻ പറയുന്നത് കേട്ടാ മതി. ഇതല്ലെങ്കിൽ വേറെ കല്യാണം ഞാൻ നടത്തിയിരിക്കും. ഈ വീട്ടിൽ അടിമപ്പണി ചെയ്യുന്ന പോലെ എന്നെ കൊണ്ട് പറ്റൂല. എന്റെ ജീവിതം എന്തായി തീരണമെന്ന് തീരുമാനിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ല ഏട്ടാ. നിങ്ങൾ അവളുടെ സഹോദരനല്ലേ? അവളെ സ്വപ്നത്തിന് കൂട്ടു നിൽക്കേണ്ട ആൾ. അവളെ നിങ്ങൾക്കൊരു ബാധ്യതയൊന്നും അല്ലല്ലോ. ഈ കാലത്ത് പെൺകുട്ടികൾ ഇൻഡിപെൻഡന്റ് ആവേണ്ടത് അത്യാവശ്യമാണ്. അവളുടെ ആഗ്രഹം അനുസരിച്ച് അവൾ പഠിക്കാൻ പോട്ടെ. പഠനം കഴിഞ്ഞതിന് ശേഷം അവൾക്കൊരു കല്യാണം വേണമെന്ന് തോന്നിയാൽ മാത്രം അതിനെപ്പറ്റി ആലോചിക്കാം. അല്ലാതെ കല്യാണം കഴിക്കാൻ വേണ്ടി ആരും കല്യാണം കഴിക്കണം എന്നൊരു അഭിപ്രായം എനിക്കില്ല. പിന്നെ ഒരു പങ്കാളി വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം അതിനെപ്പറ്റി ചിന്തിക്കുക. ഇത് പിടിച്ചേ, തുറന്നു നോക്ക്. അവളുടെ കോളേജിൽ നിനക്കും കൂടെ ഒരു അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. നാളെ മുതൽ കോളേജിൽ പോകണം.